Very good morning to one and all, and warm welcome to our 18th online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് കമ്മിറ്റി, ദാറ്റ് ഈസ് ദ കിങ്സ് കമ്മിറ്റി ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിങ്സ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു 4 റിപ്പോർട്ടായിട്ടാണ് ഈ കിങ്സ് കമ്മിറ്റി കൊടുത്തിട്ടുള്ളത്. ആ 4 റെക്കമെൻഡേഷൻസും 4 റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. In 1992, the King Committee was constituted under the chairmanship of Professor Marvin E. King with the specific aim of researching and making recommendations into corporate governance in South Africa. 1992ലാണ് കിങ്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ മാർവിൻ ഇ കിങ് ആയിരുന്നു അതിൻ്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. അവിടെ റിസർച്ചിങ് ആൻഡ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ഇൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റിസർച്ചിങ്ങും അതുപോലെ തന്നെ പുതിയ റെക്കമെൻഡേഷൻസ് സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ള സ്റ്റഡിയാണ് കിങ്സ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. The King's Committee has received both local and international reputation for its contribution towards corporate governance. കിങ്സ് കമ്മിറ്റി കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ലോക്കലായിട്ടും അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. The first King's report was published in 1994 and recognized that companies do not act independent from society. ഒരിക്കലും ഒരു കമ്പനികൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കമ്പനികൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് 1994 ഫസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കിങ്സ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. For this reason, the highest standards of corporate governance were encouraged through enterprise with integrity. കൂടുതലായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യാനായിട്ട് പുതിയൊരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാണ് ഈ കിങ്സ് കമ്മിറ്റിയിൽ കോർപ്പറേറ്റ് ഗവേണൻസിൽ പുതിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത്. This involves that a wide range of stakeholders' interests are to be considered as it relates to the fundamental principles of good financial, social, ethical and environmental practice. അപ്പോൾ ഇവിടെ കൂടുതൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കിങ്സ് കമ്മിറ്റിയിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ കൂടുതലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, അത് ഗുഡ് ഫിനാൻഷ്യൽ അതുപോലെ തന്നെ സോഷ്യൽ, എത്തിക്കൽ, എൻവയൺമെൻറ്റൽ പ്രാക്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. King's second report, the second King report, that is King's second, was released in 2002. 2002 ആദ്യത്തെ റിപ്പോർട്ട് എന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 1994 രണ്ടാമത്തെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് 2002 വിത്തൗട്ട് ഡീവിയേറ്റിംഗ് ഫ്രം ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് റിപ്പോർട്ട്. King's 2 was more focused on introducing the idea of corporate citizenship and the notion of a triple bottom line. ഇവിടെ സെക്കൻഡ് റിപ്പോർട്ടിൽ, ആദ്യത്തെ റിപ്പോർട്ടിൽ നമ്മൾ കൂടുതലായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകാതെയാണ് 2002 സെക്കൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് എന്താണ്? ഇൻട്രൊഡ്യൂസിങ് ദ ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയതായിട്ട് സെക്കൻഡ് കിങ് റിപ്പോർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പാണ്. അതുപോലെ തന്നെ ദ നോഷൻ ഓഫ് എ ട്രിപ്പിൾ ബോട്ടം ലൈൻ, ഒരു ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, നോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സങ്കല്പം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് സെക്കൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ ലാറ്റർ ഇൻവോൾവ് ദ എക്സസൈസ് ഓഫ് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഫംഗ്ഷൻ with due regard to the company's actions on people. അപ്പോൾ നമ്മുടെ കിങ്സ് ഫസ്റ്റ് റിപ്പോർട്ടിൽ, അതാണ് ലാറ്റർ എന്ന് പറയുന്നത്, അതിൽ എക്സസൈസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയായിരിക്കണം? ഫങ്ഷൻ വിത്ത് ഡ്യൂ റിഗാർഡ് ടു ദ കമ്പനീസ് ആക്ഷൻ ഓൺ പീപ്പിളിനെ എങ്ങനെയാണ് കമ്പനിയുടെ ഒരു ആക്ഷൻ വരുത്തുന്നത്, അതിൻ്റെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത്, അതാണ് സെക്കൻഡ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലാനറ്റ് ആൻഡ് ദ പ്രോഫിറ്റ്. അപ്പോൾ പീപ്പിളിനെ മാത്രമല്ല എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പ്ലാനറ്റും പ്രോഫിറ്റും കൂടി കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് കിങ് സെക്കൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ളത്. Some of the recommended practices of the King II report were incorporated into the Companies Act 71 of 2008 and some have become regulatory prescriptions to companies listed on the Johannesburg Stock Exchange. King's കമ്മിറ്റിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകോർപ്പറേഷനാണ് സെക്കൻഡ് റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ്, പ്ലാനറ്റ്, അതുപോലെ തന്നെ പീപ്പിൾ, 3 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കിങ്സ് 2 റിപ്പോർട്ട് പ്രകാരമുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 71 2008 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സം ഹാവ് ബിക്കം റെഗുലേറ്ററി പ്രിസ്ക്രിപ്ഷൻസ് ടു കമ്പനീസ് ലിസ്റ്റഡ് ഓൺ ദ ജോഹന്നസ്ബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ജോഹന്നസ്ബർഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ ഒരു ഇൻകോർപ്പറേഷനിൽ വരുന്ന ചേഞ്ച് ആണ് സെക്കൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സൗത്ത് ആഫ്രിക്ക റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഈ കിങ്സ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി തേർഡ് റിപ്പോർട്ട് നോക്കാം. ദ കിങ് കോഡ് ഓഫ് ഗവർണൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് ദ കിങ് റിപ്പോർട്ട് ഓൺ ഗവർണൻസ് ഫോർ സൗത്ത് ആഫ്രിക്ക were published on 1st September 2009 and became effective on 1st March 2010. തേർഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് 2009 അപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് 1994 സെക്കൻഡ് റിപ്പോർട്ട് 2002 തേർഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് 2009 1st സെപ്റ്റംബറിലാണ്. അത് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് മുതലാണ്? 1st March 2010 മുതലാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. Like the first and second reports, the third report is aimed at promoting good corporate governance in South Africa. ഇനി തേർഡ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കിങ്സ് 3 റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷൻ എന്തിനെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുവരാനുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഏത് റിപ്പോർട്ടിൽ? തേർഡ് റിപ്പോർട്ടിൽ. King III now states that good governance is not something that exists separate from the law and it is inappropriate to unhinge governance from the law. ഇവിടെ unhinge എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ മാറ്റമില്ലാത്ത ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഗുഡ് ഗവേണൻസ് ആണ് കിങ് 3 റിപ്പോർട്ടിൽ കൂടുതലായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിലും ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈസ് നോട്ട് സംതിങ് ദാറ്റ് എക്സിസ്റ്റ്. മുമ്പുണ്ടായിരുന്ന പോലെയല്ല, പക്ഷെ സെപ്പറേറ്റ് ഫ്രം ദ ലോ. നിയമത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് വരുത്തിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ടു അൺഹിഞ്ച് ഗവേണൻസ് ഫ്രം ദ ലോ. നിയമത്തിൽ മാറ്റമില്ലാതെ പുതിയ നിയമങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു നല്ലൊരു ഗവേണൻസ് എന്ന് പറയുന്നതാണ് ഇത് വരുത്തിയിട്ടുള്ളത്. ദ ആർഗ്യുമെൻറ്റ് ഈസ് ദാറ്റ് വിത്ത് ദ ടൈം ഗവർണൻസ് പ്രാക്ടീസ് ഇവൻച്വലി ബിക്കംസ് ദ സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ ബോർഡ് ഈസ് മെഷർഡ്. അപ്പോൾ ബോർഡ് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിങ് 3 റിപ്പോർട്ട് പ്രകാരം മെഷർ ചെയ്യുന്നത്? അവിടെ ഒരു ആർഗ്യുമെൻറ്റ് നിലനിൽക്കുന്നത് എന്താണ്? ദ ആർഗ്യുമെൻറ്റ് ഈസ് ദാറ്റ് വിത്ത് ടൈം ഗവർണൻസ് പ്രാക്ടീസ് ഇവൻച്വലി ബിക്കംസ് ദ സ്റ്റാൻഡേർഡ്. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു ടൈം ഗവർണൻസിൻ്റെ മാറ്റത്തിൽ ഒരു പുതിയൊരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. അത് ബോർഡിന് എങ്ങനെയാണോ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക, അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത്. King III further argues that corporate governance practice, codes and guidelines therefore lift the bar of what they regarded as a appropriate standard of conduct. അപ്പോൾ നമ്മൾ കോഡ് ഓഫ് കണ്ടക്റ്റിൽ കിങ് 3 റിപ്പോർട്ട് പ്രകാരം ഇവിടെ എന്താണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസ് അല്ലെങ്കിൽ കോഡ്സ്, അതും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇതിൽ 3-ൽ ഏത് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ 3ഉം ചേർന്നതാവാം. ഗുഡ് പ്രാക്ടീസ്, ഗുഡ് കോഡ്സ് ഓഫ് കണ്ടക്റ്റ്, ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതാണ് കിങ് 3 റിപ്പോർട്ട് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ളത്. ലിഫ്റ്റ് ദ ബാർ വാട്ട് ആർ റിഗാർഡഡ് ആസ് അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ ഗുഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഗുഡ് കോഡ് ഓഫ് കണ്ടക്റ്റ്, ഗുഡ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് കിങ്സ് കമ്മിറ്റി വെച്ചിട്ടുള്ളത്.
Consequently, any failure to meet a recognized standard of governance, albeit not legislated, may render a board or individual director liable at law. ഇനി ഇവിടെ വരുന്നത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് അവർ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ, ഫെയിലിയർ ടു മീറ്റ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഗവർണൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്? ഓൾബിയറ്റ് നോട്ട് ലെജിസ്ലേറ്റഡ് മേ റെൻഡർ എ ബോർഡ് ഓർ ഇൻഡിവിജ്വൽ ഡയറക്ടർ ലൈബിൾ ടു ലോ. ആരൊക്കെയായിരിക്കും ലോനോട് ലൈബിൾ ആകുന്നത്? ഒരു ബോർഡോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഡയറക്ടറോ ലൈബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഓൾബിയേറ്റ് നോട്ട് ലെജിസ്ലേറ്റഡ് എന്ന് പറഞ്ഞത്? അതായത് നിയമനിർമ്മാണത്തിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ആരായിരിക്കും അതിന് റെസ്പോൺസിബിൾ ആകുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ആരാണോ അതിൽ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡയറക്ടർ എന്ന് പറയുന്ന ആളായിരിക്കും അതിൽ നിയമത്തിനോട് liable ആകുന്നത്. In its first two reports, the King Committee did not make any effort to explain its relevance to civil society organizations. ആദ്യത്തെ രണ്ട് റിപ്പോർട്ട്, കിങ് കമ്മിറ്റി വെച്ചിട്ടുള്ള 4 റിപ്പോർട്ടിൽ ആദ്യത്തെ 2 റിപ്പോർട്ടും എങ്ങനെയുള്ളതായിരുന്നു? ഡിഡ് നോട്ട് മേക്ക് എനി എഫേർട്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് റെലവൻസ്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ റെലവൻസിന് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു എഫേർട്ട് ആരും എടുത്തിട്ടില്ല, കിങ്സ് കമ്മിറ്റി എടുത്തിട്ടില്ല. ആരോടാണ് അവർ അക്കൗണ്ടബിൾ ആകുന്നത്? CSOസിനോടാണ് അക്കൗണ്ടബിൾ ആകുന്നത്. എന്താണ് ഈ CSOs എന്ന് വെച്ചാൽ? സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനോടാണ് കിങ്സ് കമ്മിറ്റി എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടബിൾ ആകേണ്ടത്. അപ്പോൾ അവിടെ കറക്റ്റായിട്ടുള്ള റെക്കമെൻഡേഷന് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കിങ് 1 റിപ്പോർട്ടിലും കിങ് 2 റിപ്പോർട്ടിലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. The King Committee was noticeably more concerned with the governance of commercial companies. അപ്പോൾ കിങ് കമ്മിറ്റി നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്? more concerned with the governance of commercial companies. Commercial companies-ന്റെ corporate governance എന്ന് പറയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം ആര് കൊടുത്തിട്ടുള്ളത്? കിങ്സ് കമ്മിറ്റി കൊടുത്തിട്ടുള്ളത്. CSOs were left in the dark as to the relevance and applicability of the first 2 codes. അപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് കിങ് 1 റിപ്പോർട്ടും കിങ് 2 റിപ്പോർട്ടും എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു CSOs അതായത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനോട് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എവിടേക്ക് പോയി? അത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെഫ്റ്റ് ഇൻ ദ ഡാർക്ക്. അത് പുറത്തെ പ്രകാശം കാണാനായിട്ട് ആ 2 റിപ്പോർട്ടിനും സാധിച്ചിട്ടില്ല. ഇനി കിങ് 3 റിപ്പോർട്ട് എന്ന് പറയുന്നത് കിങ് 3 ഹാസ് ബോൾഡ്ലി ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് അപ്ലൈസ് ടു ഓൾ എൻറ്റിറ്റീസ് റിഗാർഡ്ലെസ് ഓഫ് ദ മാനർ ആൻഡ് ഫോം ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് വെദർ ഇൻ ദ പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സ് ഓർ നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സ്. കിങ് 3 റിപ്പോർട്ടിൽ അവിടെ കറക്റ്റായിട്ടുള്ളൊരു ഡിക്ലറേഷൻ റെക്കമെൻഡേഷൻസ് എങ്ങനെ ചെയ്തിട്ടുണ്ട്? അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്? കിങ്സ് കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഓൾ എൻറ്റിറ്റീസ് റിഗാർഡ്ലെസ് ഓഫ് ദ മാനർ ആൻഡ് ദ ഫോം ഓഫ് ഇൻകോർപ്പറേഷൻ. എങ്ങനെയാണ് ആ കമ്പനീസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നതിന് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. വെദർ ഇൻ ദ പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സ്. എങ്ങനെ വേണമെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തോട്ടെ, അത് പബ്ലിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, അവിടെ അതിന് പ്രാധാന്യം കൊടുക്കാതെയുള്ള ഒരു റെക്കമെൻഡേഷനാണ് കിങ് 3 റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ദ പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻഡ് ഇൻ ദ റിപ്പോർട്ട് ഹാവ് ബീൻ പർപ്പസ്ഫുള്ളി ഡ്രാഫ്റ്റഡ് സോ ദാറ്റ് എവറി എൻറ്റിറ്റി ക്യാൻ അപ്ലൈ ദം ആൻഡ് ഇൻ ക്വസ്റ്റ്യനബിൾ. അതുകൊണ്ട് തന്നെ കിങ് 3 റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനും നമുക്ക് അപ്ലിക്കബിൾ ആകുന്ന തരത്തിലുള്ള ഒരു റെക്കമെൻഡേഷനാണ് കിങ് 3 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഓൾദോ കിങ് 3 റിപ്പോർട്ട് is a very important document in the history of corporate governance in South Africa. It must be recognized for what it is, a code suited for commercial entities that may find limited application in CSOs. ഇതിൽ കൂടുതൽ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ എൻറ്റിറ്റീസ് ആണ്. അതിൽ നമ്മളുടെ ലിമിറ്റഡ് അപ്ലിക്കേഷൻ മാത്രമേ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന് ഉണ്ടായിട്ടുള്ളൂ.
എന്നുണ്ടെങ്കിലും കിങ് 3 റിപ്പോർട്ട് പ്രകാരമുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും ഏത് റിപ്പോർട്ടിനുണ്ട്, കിങ് 3 റിപ്പോർട്ടിനുണ്ട്. പക്ഷേ CSOസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലുള്ള കമേഴ്ഷ്യൽ എൻറ്റിറ്റീസിലാണ് കിങ് 3 റിപ്പോർട്ടിലുള്ള റെക്കമെൻഡേഷൻസ് കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആകുന്നത്. കിങ് 3 ഈസ് നോട്ട് ലെജിസ്ലേഷൻ. ഒരിക്കലും നിയമനിർമ്മാണത്തിന് എന്ത് അപ്ലിക്കബിൾ അല്ല? കിങ് 3 റിപ്പോർട്ടിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് അപ്ലിക്കബിൾ അല്ല. The fact that King 3 suggests that organizations should apply or explain why they are not applying it creates the illusion that it has the same authority as legislation. ഇവിടെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ചെയ്യാം, ഓർഗനൈസേഷന് വേണമെങ്കിൽ കിങ് 3 പറയുന്ന റെക്കമെൻഡേഷൻസ് അപ്ലൈ ചെയ്യുകയോ അതുപോലെ തന്നെ അപ്ലൈ ഓർ എക്സ്പ്ലെയിൻ വൈ ദേ ആർ നോട്ട് അപ്ലൈയിങ് ഇറ്റ്, എന്തുകൊണ്ടാണ് അത് അവർ അപ്ലൈ ചെയ്യാത്തത് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ creates the illusion that it has the same authority as legislation. നിയമനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അത് ഒരു ഇല്യൂഷൻ ആണ് എന്നുള്ളതാണ് കിങ് 3 റിപ്പോർട്ടിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. Given this insistence that King 3 applies to all entities, some funders may view it as the standard of governance for all CSOs in South Africa. കിങ് 3 പറയുന്ന സൗത്ത് ആഫ്രിക്കയിലെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ കിങ് 3 പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് നമുക്ക് ഏതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണോ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനും അതിന് അതിൻ്റേതായ തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷനും ഉണ്ട്. പക്ഷേ സം ഫണ്ടേഴ്സ് മേ വ്യൂ ഇറ്റ് as the standard of governance for all CSOs in South Africa. പക്ഷേ അവർ എന്താണ് അവർ അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ ഇല്യൂഷനായിട്ട് കണക്കാക്കുന്നത്? CSOs റിലേറ്റഡ് ആയിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിലെ ചില ഓർഗനൈസേഷനിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ചില ഫണ്ടേഴ്സിന്, ആരൊക്കെയാണോ അവിടെ ഇൻവെസ്റ്റേഴ്സായിട്ട് നിൽക്കുന്നത്, ആ ഫണ്ടേഴ്സിൻ്റെ വ്യൂവിൽ എന്താണ് ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലുള്ള ചില CSOസിന് മാത്രമാണ് അപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളതാണ് അവർക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. King 3, whether appropriate or inappropriate for CSOs, can in effect play the role of a gatekeeper for donor support. ഇവിടെ അത് അപ്ലിക്കബിൾ ആകുന്നുണ്ടോ അല്ലെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആണോ, CSOസിന് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അവിടെ പ്ലേ ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ഒരു വാച്ച് ഡോഗ്, അതും അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പറുടെ ഒരു സപ്പോർട്ടിംഗ് ആണ് എല്ലാ ഡോണേഴ്സിനും ലഭിക്കുന്നത്. There is no doubt that some of the principles contained in King 3 would eventually become law. ലാസ്റ്റായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, അതായത് കിങ് 3 റിപ്പോർട്ടിൽ പറയുന്ന റെക്കമെൻഡേഷൻസ്, ദ പ്രിൻസിപ്പിൾസ് കണ്ടെയ്ൻഡ് ഇൻ ദ കിങ് 3 റിപ്പോർട്ട്, കിങ് 3 റിപ്പോർട്ടിൽ പറയുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അത് എപ്പോഴും എന്തിനോട് റിലേറ്റഡ് ആയിരിക്കും? ഇറ്റ് ബിക്കെയിം ദ റിലേറ്റഡ് ടു ദ ലോ. This raises the question whether King 3 lays a proper foundation that could inspire legislation that will govern CSOs. സിവിൽ സ്റ്റാൻഡേർഡിലേക്ക് ക്രിയേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ക്രിയേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കിങ് 3 വന്നിട്ടുള്ളത്, ദ റേസസ് ദ ക്വസ്റ്റ്യൻ വെദർ ദ കിങ് 3 ലേസ് എ പ്രോപ്പർ ഫൗണ്ടേഷൻ. ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്റ്റാൻഡേർഡിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫൗണ്ടേഷനാണ് ഏതിൽ നിന്ന് ലഭിക്കുന്നത്? കിങ് 3 റിപ്പോർട്ടിൽ ലഭിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻസ്പയർ ലെജിസ്ലേഷൻ ദാറ്റ് വിൽ ഗവേൺ CSOs ഗവേൺ ചെയ്യാനുള്ള ഒരു ലെജിസ്ലേഷൻ ഇൻസ്പിറേഷനും കൂടിയും ഏതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? കിങ് 3 റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. King 3 is heavily associated with the Companies Act. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തിനോട് റിലേറ്റഡ് ആയിരിക്കണം? ലോക്ക് റിലേറ്റഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ കിങ് 3 എന്ന് പറയുന്നത് എന്തിനോട് അസോസിയേറ്റഡ് ആണ്? കമ്പനീസ് ആക്ടിനോട് അസോസിയേറ്റഡ് ആണ്.
Throughout the report, a consistent reference is only made to the Companies Act of 2008 as the act regulating the establishment of entities in South Africa. South Africa Companies Act 2008 നോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് കിങ് 3 പ്രകാരമുള്ളത്. അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ദ എൻറ്റിറ്റീസ് ഇൻ സൗത്ത് ആഫ്രിക്ക. അവിടെയാണ് കമ്പനീസ് ആക്ട് 2008 റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. Now, one can only deduce that the intention was to speak to the governance of companies that will be registered in terms of the company's legislation. അപ്പോൾ കമ്പനിയുടെ ലെജിസ്ലേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കിങ് 3 റിപ്പോർട്ടിൽ പറയുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് വൺ ക്യാൻ ഓൺലി ഡെഡ്യൂസ് ദ ഇൻറ്റൻഷൻ. അവിടെ എന്താണ് ഡെഡ്യൂസ് ചെയ്യുന്നത്, അതായത് എന്താണ് കുറയ്ക്കുന്നത്, ഒരു എഫേർട്ട് കുറയ്ക്കുന്നുണ്ട്. എന്തിനുള്ള എഫേർട്ടാണ് ഇവിടെ കുറയ്ക്കുന്നത്? ഒരു ഇൻറ്റൻഷൻ, അതായത് ഒരു ഉദ്ദേശത്തിനെയാണ് ഡെഡ്യൂസ് ചെയ്യുന്നത്. വാസ് ടു സ്പീക്ക് ടു ദ ഗവേണൻസ് ഓഫ് കമ്പനീസ്. ഒരു കമ്പനിയുടെ ഗവേണൻസ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നതാണ് കിങ് 3 റെക്കമെൻഡേഷൻ്റെ അപ്ലിക്കബിലിറ്റിയോട് കൂടിയിട്ട് റെഡ്യൂസ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ലെജിസ്ലേഷൻ റിലേറ്റഡ് ആയിട്ട്, അതായത് നിയമനിർമ്മാണത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അവിടെ ഒരു ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി 4th റിപ്പോർട്ട് നോക്കാം. കിങ് 4th റിപ്പോർട്ടിൽ ട്രാൻസ്പെറൻസി ഈസ് ദ ബേസിസ് ഓഫ് കിങ് 4 റിപ്പോർട്ട്. അപ്പം നമ്മൾ കിങ് 3 റിപ്പോർട്ടിൽ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ക്രിയേഷൻ ആണെങ്കിൽ കിങ് 4 റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ട്രാൻസ്പെറൻസി. എങ്ങനെയാണ് അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നത്? ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് വരുമ്പോൾ ഒരു ട്രാൻസ്പെറൻസിയുടെ ഇൻഫ്ലുവൻസ്, ആ ഒരു എലമെൻറ്റിനെയാണ് കിങ് 4 റിപ്പോർട്ടിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നത്. This report builds on previous reports of a sound corporate governance as an essential element of good corporate citizenship. ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പെറൻസി എന്ന് പറയുന്നതാണ്. അതിലാണ് കിങ് 4 റിപ്പോർട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. Good corporate governance requires an acknowledgement that an organization doesn't operate in a vacuum but is an integral part of society and therefore has accountability towards the current and future stakeholders. ഇവിടെ കിങ് 4 റിപ്പോർട്ടിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്നോളജ്മെൻറ്റ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഡസൻറ്റ് ഓപ്പറേറ്റ് ഇൻ എ വാക്വം. നമ്മളൊരു വാക്വം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വാക്വം ഉപയോഗിക്കുന്നത്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഉയർത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സൊസൈറ്റി. പക്ഷെ അതൊരു സൊസൈറ്റിയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കാൻ പറ്റില്ല, തുടച്ചു നീക്കാനായിട്ട് സാധിക്കില്ല. therefore has accountability towards current and future stakeholders. ഇപ്പോഴുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരു അക്കൗണ്ടബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കിങ് 4 റിപ്പോർട്ടിൽ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഴയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുടച്ചു നീക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരരുത്. അവിടെ കൂടുതലായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇപ്പോഴുള്ളതും വരാവുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു വാക്കമനൈസേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. With the introduction of an apply and explain regime, King 4 asked organization to be transparent in the application of their corporate governance practice. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാഴ്ചവെക്കേണ്ടത്? ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആകണം. അപ്പോൾ കിങ് 4 റിപ്പോർട്ടിൽ പറയുന്നത് ട്രാൻസ്പെറൻസിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? അതിൻ്റെ ഫോർമലൈസേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ റിപ്പോർട്ട് ആർ ഗിവൺ ബിലോ. ഇനി ഈ പറയുന്നതിലുള്ള മെയിൻ ഫീച്ചേഴ്സ് അത് എല്ലാ സ്റ്റുഡൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കിങ് കമ്മിറ്റിയുടെ
റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് വോളണ്ടറി പ്രിൻസിപ്പിൾസ് ആൻഡ് ലീഡിങ് പ്രാക്ടീസസ്. പ്രിൻസിപ്പിൾസ് എങ്ങനെയായിരിക്കണം? വോളണ്ടറി പ്രിൻസിപ്പിൾസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ലീഡിങ് പ്രാക്ടീസ് ആയിരിക്കണം അവർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്ലിക്കബിൾ ടു ഓൾ ഓർഗനൈസേഷൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഫോം ഓഫ് ഇൻകോർപ്പറേഷൻ. പബ്ലിക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, കമേഴ്ഷ്യൽ സെക്ടർ ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഓർഗനൈസേഷനിലും ഒരുപോലെ അപ്ലിക്കബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഫോക്കസ് ഓൺ ഔട്ട്കംസ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്കംസ്. എന്താണ് അതിൻ്റെ റിസൾട്ട്? അതിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ആർ ലിങ്ക്ഡ് ടു ഡിസൈർഡ് ഔട്ട്കംസ്, ദെയർഫോർ ആർട്ടിക്കുലേറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ നമ്മൾ കിങ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് തന്നെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് വഴി ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ എൻറ്റിറ്റീസിലും അല്ലെങ്കിൽ എല്ലാ കമ്പനീസിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്കംസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രിൻസിപ്പിൾസും പ്രാക്ടീസ് എന്ന് പറയുന്നത് എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കണം? അതായത് ഔട്ട്കംസിനോട് ലിങ്ക് ചെയ്യത്തക്ക വിധത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതെന്തിലേക്ക് ലീഡ് ചെയ്യണം? ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിലേക്ക് ലീഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രാക്ടിക്കബിലിറ്റി ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. The code differentiates between principles and practice. പക്ഷേ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം? പ്രിൻസിപ്പിൾസും പ്രാക്ടീസും തമ്മിൽ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കിയിരിക്കണം. പ്രിൻസിപ്പിൾസ് ആർ അച്ചീവ്ഡ് ബൈ മൈൻഡ്ഫുൾ കൺസിഡറേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ദ റെക്കമെൻഡഡ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വേർതിരിവുണ്ടാക്കണം. പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ അപ്ലിക്കേഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ദീസ് ആർ അച്ചീവ്ഡ് ബൈ മൈൻഡ്ഫുൾ കൺസിഡറേഷൻ. ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള കൺസിഡറേഷനിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കേണ്ടത്? പ്രിൻസിപ്പിൾസ് ഉത്ഭവിക്കേണ്ടത്. പക്ഷേ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റെക്കമെൻഡഡ് പ്രാക്ടീസസിൽ നിന്നാണ് അപ്ലിക്കേഷൻ വരേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ്ഫുൾ കൺസിഡറേഷനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കണം. Apply and explain regime as opposed to apply and or explain regime in King 3. അപ്പോൾ ഇവിടുത്തെ റെജിം എന്ന് പറയുന്നത് എന്താണ്? ഈ റെജിം എന്ന് വെച്ചാൽ ഭരണം എങ്ങനെയുള്ളതായിരിക്കണം? അപ്ലൈ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടുള്ള ഒരു റെജിമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5 ഫീച്ചേഴ്സ് കിങ്സ് കമ്മിറ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്തിട്ട് പറയാം. വോളണ്ടറി പ്രിൻസിപ്പിൾസും ലീഡിങ് പ്രാക്ടീസാണ് ഇവിടെ വേണ്ടത്. എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കണം. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഔട്ട്കംസിനാണ്. അപ്പോൾ ഔട്ട്കംസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് പ്രാക്ടീസസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്തിരിക്കണം? ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കണം. അതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ കൺസിഡറേഷനും അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് റെക്കമെൻഡഡ് പ്രാക്ടീസസും ആയിരിക്കണം. അതുപോലെ തന്നെ അപ്ലൈ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഒരു റെജിം ആയിരിക്കണം അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് കിങ്സ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് ദ ഹാംബൽ കമ്മിറ്റി 1996 ആണ്. ദ ഹാംബൽ കമ്മിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1996 ടു റിവ്യൂ ആൻഡ് റിവൈസ് ദ ഏർലിയർ റെക്കമെൻഡേഷൻസ് ഓഫ് ദ കാഡ്ബറി ആൻഡ് ഗ്രീൻബറി കമ്മിറ്റീസ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാഡ്ബറി കമ്മിറ്റിയും ഗ്രീൻബറി കമ്മിറ്റി ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷൻസിൻ്റെ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് പുതിയൊരു കമ്മിറ്റി 1996 ഹാംബൽ കമ്മിറ്റി എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് എയിം വാസ് ടു പ്രൊമോട്ട് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് ബോത്ത് ടു പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് പ്രിസർവ് enhance the standing of companies listed on the London Stock Exchange. അപ്പോൾ ഇവിടുത്തെ ഫോക്കസിങ് എന്ന് പറയുന്നതിന് എന്തിനാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പുതിയ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഗുഡ് കോഡ് ഓഫ് കണ്ടക്റ്റ് കൊണ്ടുവരാനായിട്ട് പ്രൊമോട്ട് ദ സ്റ്റാൻഡേർഡ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും
ഇവിടെ preservation എന്തിനാണ് കൊടുക്കേണ്ടത്? സ്റ്റാൻഡിംഗ് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഇൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന് ആ സ്റ്റാൻഡിംഗ് കമ്പനീസിൻ്റെ ഒരു എൻഹാൻസിങ് എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹാമ്പൽ കമ്മിറ്റി 1996 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പുതിയ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൽ കൊണ്ടുവരികയും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരെയാണ്? ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്? ഹാമ്പൽ കമ്മിറ്റി 1996 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. The report emphasized the principles of good governance rather than explicit rules in order to reduce the regulatory burden on companies. ഇവിടെ കമ്പനീസിൽ ഒരു ബർഡൻ ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഹാമ്പൽ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് വരുന്നത്. അതായത് ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് റാദർ ദാൻ എക്സ്പ്ലിസിറ്റ് റൂൾസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ്, അതായത് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരണം. എക്സ്പ്ലിസിറ്റ് റൂൾസ്, വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കമ്പനികളുടെ ബർഡൻ ഒഴിവാക്കത്തക്ക വിധത്തിൽ ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹാമ്പൽ കമ്മിറ്റീനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് വിൽ ലാർജ്ലി ഡിപ്പെൻഡ് on the particular situation of each company. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് എല്ലാത്തിനും അപ്ലിക്കബിൾ ആകുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് വാസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് വരണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് വിൽ ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ദ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓഫ് ഈച്ച് കമ്പനി. ഓരോ കമ്പനിയുടെയും പർട്ടിക്കുലർ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. This emphasis on principles would survive into the combined code. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾസ് തന്നെ കൂടുതൽ എംഫസൈസിങ് കൊടുക്കുന്നത് എന്തിനാണ്? കമ്പൈൻഡ് കോഡ് ഉണ്ടാക്കിക്കൊണ്ട് സർവൈവൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഓരോ എൻറ്റിറ്റീസിനും ഉയർത്തി കാണിക്കാനായിട്ടാണ് ഹാമ്പൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വന്നിട്ടുള്ളത്. ഹാമ്പൽ വ്യൂഡ് ഗവേണൻസ് ഫ്രം a strict principle or agent perspective regarding corporate governance as an opportunity to enhance long-term shareholder value, which was asserted as the primary objective of the company. ഒരു കമ്പനിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോങ് ടേം ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഹാമ്പൽ കമ്മിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാമ്പൽ കമ്മിറ്റി വ്യൂ ചെയ്യുന്നത് എന്താണ്? ഗവേണൻസ് എന്ന് പറയുന്നത് ഫ്രം എ സ്ട്രിക്റ്റ് പ്രിൻസിപ്പൽ ഓർ ഏജൻറ്റ്, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ഇവാലുവേഷൻ, അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ എത്രത്തോളം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു സ്റ്റഡിയാണ് ഹാമ്പൽ കമ്മിറ്റി 1996 നടത്തിയിട്ടുള്ളത്. Another key advance was in the area of accountability and audit. അതോടൊപ്പം തന്നെ ഹാമ്പൽ കമ്മിറ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. The board was identified as having responsibility to maintain a sound system of internal control, thereby safeguarding shareholders' investments, although the board was not required to report on the effectiveness of the controls. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നതിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഹാമ്പൽ കമ്മിറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ളതായിരിക്കും? ഒരു സൗണ്ട് സിസ്റ്റം ഇൻറ്റേർണൽ കൺട്രോളിൽ വരുത്താനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഹാമ്പൽ കമ്മിറ്റി പറയുന്നത്. അങ്ങനെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സൗണ്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഷെയർ ഹോൾഡേഴ്സ്, അതായത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു കൂടുതലായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോളിംഗ് ആണ് ഹാമ്പൽ കമ്മിറ്റി ഇവിടെ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഓൾദോ ദ ബോർഡ് വാസ് നോട്ട് റിക്വയർഡ് ടു റിപ്പോർട്ട് ഓൺ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ കൺട്രോൾ. നമ്മളുടെ
ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഇഫക്റ്റീവ്നെസ് ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടായിരിക്കണം. അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനാണ്. ഫർദർ ദ ബോർഡ് വാസ് ടു ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ഓൾ ആസ്പെക്ട്സ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ആസ് ഒപ്പോസ് ടു ജസ്റ്റ് ദ ഫിനാൻഷ്യൽ കൺട്രോൾസ് ആസ് റെക്കമെൻഡഡ് ബൈ ദ കാഡ്ബറി. അപ്പോൾ കാഡ്ബറി കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് ബോർഡ് എന്താണ് എങ്ങനെ അക്കൗണ്ടബിൾ ആയിരിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആകുന്നത് റിസ്ക് മാനേജ്മെൻറ്റിനാണ്. അല്ലാതെ ഫിനാൻഷ്യലുള്ള ആസ്പെക്റ്റിനേക്കാൾ ഉപരിയായിട്ട് റിസ്ക് മാനേജ്മെൻറ്റിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അക്കൗണ്ടബിൾ ആകണമെന്നുള്ളതാണ് ഹാമ്പൽ കമ്മിറ്റി പറയുന്നത്. ആസ് ഒപ്പോസ് ടു ജസ്റ്റ് ദ ഫിനാൻഷ്യൽ കൺട്രോൾസ് ആസ് റെക്കമെൻഡഡ് ബൈ ദ കാഡ്ബറി കമ്മിറ്റി. അപ്പോൾ കാഡ്ബറി കമ്മിറ്റി ഫിനാൻഷ്യൽ ആസ്പെക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഇവിടെ പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദ കമ്മിറ്റി ഡെവലപ്ഡ് ഫർദർ ദ കാഡ്ബറി റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഹാമ്പൽ കമ്മിറ്റി കൊടുക്കുന്ന ആ ഒരു കാഡ്ബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഒന്നും കൂടി മാറ്റം വരുത്തുന്ന ഒരു കാര്യത്തിലാണ് ഹാമ്പൽ കമ്മിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് മെയ്ഡ് ദ ഫോളോയിങ് റെക്കമെൻഡേഷൻ. അപ്പോൾ ഹാമ്പൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് 3 എണ്ണമായിട്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദ ഓഡിറ്റേഴ്സ് ഷുഡ് റിപ്പോർട്ട് ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ പ്രൈവറ്റ്ലി ടു ദ ഡയറക്ടേഴ്സ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓഡിറ്റേഴ്സ് ഒരു ഇൻറ്റേർണൽ കൺട്രോളിന് റിലേറ്റഡ് ആയിട്ട് ഒരു റിപ്പോർട്ട് പ്രൈവറ്റ് ആയിട്ട് ആർക്ക് കൊടുത്തിരിക്കണം? ഡയറക്ടേഴ്സിന് കൊടുത്തിരിക്കണം. ദ ഡയറക്ടേഴ്സ് മെയിൻറ്റെയിൻ ആൻഡ് റിവ്യൂ ഓൾ കൺട്രോൾസ്. ഡയറക്ടേഴ്സ് ആണ് ഈ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ റിവ്യൂ ചെയ്യേണ്ടത്. Companies should time to time review their need for internal audit function and control. അതോടൊപ്പം തന്നെ പീരിയോഡിക്കലായിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷനെ കുറിച്ച് ഒരു റിവ്യൂ നടത്തുകയും അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ എങ്ങനെയാണ് നടക്കുന്നത് അത് പീരിയോഡിക്കൽ ടൈം ടു ടൈം എന്ന് വെച്ചാൽ പീരിയോഡിക്കലായിട്ട് എന്ത് ചെയ്തിരിക്കണം? അതിൻ്റെ റിക്വയർമെൻറ്റ് നീഡ് എന്ന് പറയുന്നത് റിവ്യൂ ചെയ്തിരിക്കണം. ഈ 3 റെക്കമെൻഡേഷൻസ് ആണ് നമ്മളുടെ ഹാമ്പൽ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഞാൻ ഒന്നും കൂടിയും പറയാം. ഓഡിറ്റേഴ്സ് എന്ത് ചെയ്തിരിക്കണം? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ റിപ്പോർട്ട് പ്രൈവറ്റ് ആയിട്ട് ഡയറക്ടേഴ്സിന് കൊടുത്തിരിക്കണം. ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്പനീസ് ഷുഡ് ടൈം ടു ടൈം റിവ്യൂ ദെയർ നീഡ് ഫോർ ദ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ആൻഡ് കൺട്രോൾ. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നതും കൺട്രോൾ എന്ന് പറയുന്നതും പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യണം. The committee also introduced the combined code that consolidated the recommendations of earlier corporate governance. മുമ്പ് കാഡ്ബറി കമ്മിറ്റിയും അതുപോലെ തന്നെ ഗ്രീൻബറി കമ്മിറ്റി ചെയ്തിരിക്കുന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് കമ്പൈൻഡ് കോഡ് ഉണ്ടാക്കുകയാണ് ആര് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ ഹാമ്പൽ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ദ കമ്പൈൻഡ് കോഡ് 1998. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻബറി കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ കാഡ്ബറി കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻസ് പുതിയതായിട്ട് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു കമ്പൈൻഡ് കോഡ് ഉണ്ടാക്കി. അതിൻ്റെ വർഷം ഒന്ന് നോട്ട് ചെയ്യാൻ 1998 ഒരു കമ്പൈൻഡ് കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ദ കമ്പൈൻഡ് കോഡ് വാസ് സബ്സിക്വൻ്റ്ലി ഡിറൈവ്ഡ് ഫ്രം റോൺ ഹാമ്പൽ കമ്മിറ്റീസ് ഫൈനൽ റിപ്പോർട്ട്, ദാറ്റ് ഈസ് കാഡ്ബറി ആൻഡ് ദ ഗ്രീൻബറി റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഹാമ്പൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്ന പോലെ തന്നെ റോൺ ഹാമ്പൽ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ടിലാണ് ഈ കാഡ്ബറി കമ്മിറ്റിയുടെയും ഗ്രീൻബറി കമ്മിറ്റിയുടെയും ഒരു കമ്പൈൻഡ് കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പറയുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? The stipulations contained in the combined code require, among the other things, that the board should maintain a sound system of internal control to safeguard shareholders' investment and the company's asset. ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സേഫ് ഗാർഡ്. അവരാണ് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിലൊരു ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ കമ്പനീസിൻ്റെ അസറ്റിനെയും ഒരു ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള സ്റ്റിപ്പുലേഷൻസ് ഉണ്ടാക്കണം. വ്യവസ്ഥകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അത് കമ്പൈൻഡ് കോഡിൽ പറയുന്നത് ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ഗാർഡ് ചെയ്യുന്ന തരത്തിലും അതുപോലെ തന്നെ ആ കമ്പനീസിൻ്റെ അസറ്റ്സിനെ സേഫ് ഗാർഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള സ്റ്റിപ്പുലേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്പൈൻഡ് കോഡാണ് അവിടെ ഉണ്ടാക്കേണ്ടത്.
It was observed by this committee that the one common denominator behind the past failures in the corporate world was the lack of effective risk management. രണ്ടാമതായിട്ട് കമ്പൈൻഡ് കോഡ് 1998 എന്താണ് പറയുന്നത്? അവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹാംപൽ കമ്മിറ്റിയുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? വൺ കോമൺ ഡിനോമിനേറ്റർ ബിഹൈൻഡ് ദ പാസ്റ്റ് ഫെയിലിയേഴ്സ് ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ് വാസ് ദ ലാക്ക് ഓഫ് ഇഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മളുടെ മുമ്പുണ്ടായിരുന്ന കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ റെക്കമെൻഡേഷൻസിൽ ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളുടെ കമ്പൈൻഡ് കോഡ് 1998 എന്താണ് പറയുന്നത്? കറക്റ്റായിട്ടുള്ള, അതായത് ഇഫക്റ്റീവായിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് ഒരു ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് കമ്പൈൻഡ് കോഡിൽ എന്താണ് വരുത്തേണ്ടത്? റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള റെക്കമെൻഡേഷനാണ് നമ്മുടെ ഹാംപൽ കമ്മിറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹാംപൽ കമ്മിറ്റിയുടെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു സമ്മറി എന്ന് പറയുന്നത് നമ്മുടെ കാഡ്ബറി കമ്മിറ്റിയും ഗ്രീൻബറി കമ്മിറ്റിയിൽ വന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നതിൽ വന്നിട്ടുള്ള ഡ്രോബാക്സ് ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് ഹാംപൽ കമ്മിറ്റി വന്നിട്ടുള്ളത്. അവിടെ 3 റെക്കമെൻഡേഷൻസ് നമ്മൾ കൂടുതലായിട്ട് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കമ്പൈൻഡ് കോഡ് 1998 2 റെക്കമെൻഡേഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് കമ്പൈൻഡ് കോഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഒരു സൗണ്ട് സിസ്റ്റം ഇൻറ്റേർണൽ കൺട്രോളിൽ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ് ഗാർഡ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പനിയുടെ അസറ്റ് സേഫ് ഗാർഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സ്റ്റിപ്പുലേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് ഫെയിലിയറിന് സംഭവിച്ചിട്ടുള്ള കാരണം കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇഫക്റ്റീവായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തതാണ് മുമ്പുണ്ടായിരുന്ന കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു ഫെയിലിയർ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഇവിടെ റിസർച്ച് സ്റ്റഡിയിൽ മനസ്സിലായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ വേർഡ് തെറ്റാണ്. ടേൺബുൾ കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര്. TURNBULL ആണ്. എല്ലാ സ്റ്റുഡൻസും അതൊന്ന് കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ നെക്സ്റ്റ് കമ്മിറ്റി നമ്മൾ പഠിക്കാനുള്ളത് ടേൺബുൾ കമ്മിറ്റിയാണ് 1999 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എന്ന് പറയുന്നതാണ്. അത് 1999 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞുള്ള കമ്പൈൻഡ് കോഡ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICAEW എന്ന് പറയുന്നത് പുതിയതായിട്ട് 1999 ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ടേൺബുൾ കമ്മിറ്റി was set up by the Institute of Chartered Accountants in England and Wales in 1999 to provide guidance to assist companies in implementing the requirements of the combined code relating to the internal control. Internal control node related ആയിട്ടുള്ള കമ്പൈൻഡ് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടേൺബുൾ കമ്മിറ്റി 1999 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആരാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആണ് 1999 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. The committee recommended that where companies do not have any internal audit function, the board should consider the need for carrying out an internal audit function. ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ നടത്താത്ത ഒരു എൻറ്റിറ്റി ഒരു കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം? അവിടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ നടത്തിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടേൺബുൾ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. The committee also recommended that the board of directors should confirm the existence of procedures for evaluating and managing the key risk. രണ്ടാമതായിട്ട് പറയുന്നത് ദ കമ്മിറ്റി ഓൾസോ റെക്കമെൻഡഡ്, രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്താണ്? ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷുഡ് കൺഫേം ദ എക്സിസ്റ്റൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് മാനേജിങ് ദ കീ റിസ്ക്. നമ്മൾ നേരത്തെ കമ്പൈൻഡ് കോഡിൽ പറഞ്ഞുള്ളത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്, അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അതിന് എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ആ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് കാറ്റഗറിയിൽ അവർക്ക് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രൊസീജിയറാണോ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് നോക്കേണ്ടത്? ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കമ്മിറ്റി, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് നോട്ട് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ഡൈനാമിക് and thus needs to alter with the changes that occur in the business environment. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ടേൺബുൾ കമ്മിറ്റി പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈനാമിക്. അവരെന്താണ്
പ്രോഗ്രസിങ് എന്ന് പറയുന്ന ഒരു ഫോക്കസിങ് ആണ് നമ്മുടെ ടേൺബുൾ കമ്മിറ്റി ചെയ്യുന്നത്. അതല്ലാതെ സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന. എന്താണ് സ്റ്റാറ്റിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചെറിയ ചെറിയ മാറ്റങ്ങളല്ല അവർ ഉദ്ദേശിക്കുന്നത്. ടേൺബുൾ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കറക്റ്റായിട്ട് പറയുന്നത്. സോ it needs to alter with the changes that occur in the business environment. Business environment വലിയൊരു ചേഞ്ച് തന്നെയാണ് ആര് റെക്കമെൻഡ് ചെയ്യുന്നത്? ടേൺബുൾ കമ്മിറ്റി 1999 റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള കമ്പൈൻഡ് കോഡ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് റിസ്ക് മാനേജ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഡൈനാമിക് ചേഞ്ചാണ് ആര് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? ടേൺബുൾ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ തിയറി നന്നായി വായിച്ചു നോക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുകയും റിവ്യൂ എഴുതുകയും വേണം. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രാക്ഷൻ സമയത്തോ അല്ലെങ്കിൽ പിന്നീട് പേഴ്സണലായിട്ട് ചോദിക്കാനായിട്ട് നോക്കുക. ഞാൻ ഇന്നത്തെ അസൈൻമെൻറ്റ് പറയുകയാണ്. പേജ് നമ്പർ 134 12ാമത്തെ റെഫറൻസ് ആണ് ഇന്ന് നിങ്ങൾ റീഡിംഗ് ആയിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് ആണ് ഇന്നത്തെ സ്റ്റഡി. അത് ഓൺലൈനിൽ കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ എടുക്കുക. ഏതെങ്കിലും ഒരു 4-5 പേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് വായിക്കുകയും അത് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേജ് നമ്പറും എത്രാമത്തെ റെഫറൻസാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, റിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.